അയ്യോ അയ്യോ പഴമണ്ടാരം പോലെ ഒരു കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇപ്പൊ ഇതും കൂടെ ഓടാൻ പറ്റുമോ? ഞാൻ കേരട്ടാ, എനിക്ക് ബിസി. എടാ ഇത് ക്ലാസ് റൂം അല്ല, ബാത്റൂമാ. അയ്യോ പെറ്റ തള്ള പൊറുക്കുകയല്ലേ. ഓ നിനക്ക് എന്താണോ കഴിക്കുന്നത്? എടാ അത് എന്റെ കക്കൂസാടാ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതോ? ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയ പോലെ. എന്റെ ശബരിമല മുരുക. ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്താടാ, സീരിയസ് ആണ്. ഓ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ എടാ ഞാൻ കേരട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ ഇതിന് വെറും മുനിസിപ്പാലിറ്റി ആണ്. അയ്യോ മോർണിംഗ് സാർ. കുളയും പൊലവിളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് ചെയ്യ്. അയ്യോ കോർപ്പറേഷൻ യെസ് കക്കൂസൊക്കെ ക്ലീനായി. ഇനി കുളിമുറി ക്ലീൻ ചെയ്തോളൂ. കുളിമുറി അല്ലടാ, നിന്നെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ സോറി, കക്കൂസ് മാറി. അല്ല ആള് മാറി. പ്രാക്ടീസ് മുടക്കരുത്, പ്രാക്ടീസ് മുടക്കരുത്. എന്താ ചേട്ടാ ഇത്? എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്തുനിന്ന് മാത്രം പറയുന്നത്. വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ലല്ല. നീ വല്ല പെമ്പിളരെയൊക്കെ വിളിച്ചത് അല്ലേ? അത് പറ. അപ്പൊ ടെലിഫോൺകാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന്. അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്. മനസ്സിലായില്ലേ? ഒരു സാധു വ്യത്യാസം ഇന്നലത്തെ വല്ല ആണോ? തോന്നിയാസം പറയരുത്. ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഈ ക്യാൻറ്റീൻ മാത്രമല്ല ലോകത്തൊരു ക്യാൻറ്റീൻ തുറക്കൂല. അപ്പൊ ശനിയാഴ്ചത്തായിരിക്കും. ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. നിന്റെ അപ്പം വന്നുണ്ടോ പിന്നെക്കോ? ദൈവമേ, അപ്പൊ ഇത് വെള്ളിയാഴ്ചത്തെയാണോ? വെള്ളിയാഴ്ച ശനിയാ? ആഴ്ച ഒന്നും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടം പൊരിക്കൊക്കെ എന്താ ആഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഇത് തിന്നാ ആര് ചാവൂല. അതെന്റെ ഉറപ്പ്. എന്റെ ഉറപ്പോ? അതെന്തുറപ്പ്? അല്ല ഈ ടിവിയിലെ പരസ്യത്തില് മോഹൻലാലിന്റെ കുറപ്പ് നിനക്ക് കുഴപ്പമില്ലേ? എടാ ഒരു ഉണ്ടം പൊരിക്ക് ഞാൻ ഉറപ്പ് നൂറാ. ഒരു 10 ഉണ്ടം പൊതിഞ്ഞെടുത്തോ, വീട്ടിൽ കൊണ്ടുപോകാനാ. വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാനായിരിക്കും. ഈ വീടിന്റെ പരിസരത്തൊക്കെ പട്ടികളുടെ ഭയങ്കര ശല്യോ. പട്ടികളെ വെച്ച് കൊല്ലാനാ. ആ പട്ടികളെ കഴിക്ക്. അല്ല നിങ്ങളെ കഴിക്ക്. നിങ്ങൾ ഇന്ന് വാടാ. എന്തിനാ? വില തുച്ഛം ഗുണം മെച്ചം. ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു. നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം പ്രേമം പറഞ്ഞാൽ മതി. മീശ പോവില്ല. പിന്നെ വാടകയോ ഒരു ദിവസത്തേക്ക് 5 രൂപ മാത്രം. ഓൺലി 5 rupees. ഇതെന്താടത് മീമല്ലേ? അപ്പ അറിഞ്ഞില്ലേ? ഇവനാ സ്മിതയോട് ഇഷ്ക് ഇഷ്ക് പ്യാര് പ്യാര്. അതുകൊണ്ട് ഇവൻ തോറ്റാ പകുതി മീശ പോവും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാ. പ്രേമോ ആണോടാ? അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ പഠിച്ചിട്ട് ആ കുട്ടി എന്നോട് പറയാത്തതാ. എങ്കിൽ അവളോട് ആരും ഇല്ലാത്ത നേരത്തെ നിന്റെ ഇഷ്ടം പറഞ്ഞാൽ മതി. പറഞ്ഞ എടാ നിന്നോട് യഥാർത്ഥ ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല. ഇവൻ അങ്ങനൊക്കെ പറയോട്ടാ. പകുതി മീശ പോയാൽ നിനക്കാ മോശക്കേട്. ഇയാളുടെ മീശ പോയത് ഇങ്ങനെയാണ്. ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് മീശയില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ അങ്ങനല്ലേ? മീശയില്ല പറമ്പില്ലാലി. ഈ അഡ്രസ്സിൽ കത്ത് വിട്ടോക്ക് കിട്ടും നോക്കല്ല. പിന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടും. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നിങ്ങളൊന്ന് ഞാൻ നിക്ക് റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ഓർത്തത്. നീ കഴിഞ്ഞ ആഴ്ച പനി പിടിച്ചപ്പോ ഒരു പാക്കറ്റ് റിസ്ക് വാങ്ങിച്ചിരുന്നു. അതിന്റെ കാശ് വന്നിട്ടില്ല. ചായ നിനക്കറിയില്ല ഞാൻ ഈ ക്യാൻറ്റീന്ന് സാധനം കഴിക്കാറില്ലെന്ന്. മനുഷ്യന്മാരെ കൊല്ലാനായിട്ടൊരു സാധനം വന്നേക്കണം. മനുഷ്യന്മാരെ കൊല്ലുന്ന സാധനം എനിക്ക് എന്തിനാ തന്നത്? എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ്. എന്നെ കാണിക്കല്ലേ. നീ ഉദ്ദേശിച്ചിടത്ത് തന്നെയല്ലേ കൊണ്ടത്? അതെന്താ സാർ? അല്ലെങ്കിൽ ഇവൻ ഇനിയും ഉന്നം പരീക്ഷിക്കും. സാർ ക്ലാസ്സിലേക്ക് എന്തിനാ വീണ്ടും എറിഞ്ഞു വീഴ്ത്താനാ? ഇനി ഞാൻ സൂക്ഷിച്ചേ നടക്കും. എന്തു പറ്റി സാർ? കാലെടുത്ത് മാറ്റണം. ഞാനിവിടെ പാർക്ക് ചെയ്താ. സോറി സാർ. ഒരു കുപ്പി ലോറി കൊണ്ട് വരാഞ്ഞത് ഭാഗ്യം. സോറി. അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയും.
ഇഷ്ടമാണല്ലേ? ഗൗരി നീ പറയുന്ന കേക്ക് ഗൗരി, ഞാൻ നിനക്ക് എന്ത് വേണേലും ചെയ്യാം. ഗൗരി പ്ലീസ്. നോ നോ നോ, നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് മോളെ. പക്ഷേ ഒന്ന് മാത്രം അറിയാം, ഒരുപാട് പരിമിതികൾ എനിക്കുണ്ടെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് എന്റെ സ്മിതയെ ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടം. ഹലോ, പോകുവാണോ? എഴുത്തിലെ വീറൊക്കെ കണ്ടപ്പോ ഞങ്ങള് വിചാരിച്ചു ആൺകുട്ടിയായിരിക്കും. കളിയാക്കണ്ട. ഒരാണിനൊരു പെണ്ണോട് ഇഷ്ടം തോന്നുന്നത് പറഞ്ഞ അതൊരു പുതിയ കാര്യമൊന്നുമല്ല. അതിനിങ്ങനെ 5 പ്രാവശ്യം ബാസ്കറ്റ് ബോൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ വിവരക്കേണ്ട കൂടുതലാ. ഹലോ ഹലോ, കൂടുതൽ ഡയലോഗ് ഒന്നും കാച്ചണ്ട. കൂട്ടുകാരനോട് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമാണെങ്കിലേ താങ്കളൊന്ന് ട്രൈ ചെയ്ത് സഹായിക്കേ. വെറുതെ വേണ്ട ആശാനെ, ജയിച്ച പരസ്യമായി എന്റെ വക ഒരു കിസ് കൂടി തരാം. എന്താ ആർക്കും ഈ ഓഫർ സ്വീകരിക്കാം. പോയാലൊരു മീശ, കിട്ടാനൊരു കിസ്. ഒന്ന് ട്രൈ ചെയ്യാം. അയ്യോ, ഇത്രയും നല്ലൊരു ഓഫർ തന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ലേ? നിങ്ങളൊക്കെ പുരുഷ ഗണത്തിൽപ്പെടുന്നവർ തന്നെ അല്ലേ? സ്വീകരിച്ചുകൊണ്ട് ഒരു ആൺശിങ്കക്കുട്ടി കടന്നു വന്നിരിക്കുകയാണ്. എല്ലാരും കൈയടിച്ചേ. ഇവനെന്തിനുള്ള പുറപ്പാടാ? വീഴ്ച കളയാനുള്ള പുറപ്പാടാ. ഇദ്ദേഹത്തിന്റെ ആദ്യ സംരംഭം വിജയിച്ചിരിക്കുകയാണ്. രണ്ടാം സംരംഭവും വിജയിച്ച ഇദ്ദേഹം മുന്നേറുകയാണ്. മൂന്നാമത്തെ ബോളും ബാസ്കറ്റാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ 4ാമത്തെ ബോളും ബാസ്കറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ അർജുൻ അജയ്യനായി മുന്നേറുകയാണ്. ഇനി കിസ്സിലേക്കുള്ള ദൂരം വെറും 1 ഗോൾ മാത്രം. എന്റെ പേരിൽ കുറ്റമില്ല. പിന്നെ അർജുൻ പറഞ്ഞു ബോളെടുത്തു, ബോളെറിഞ്ഞു, ബാസ്കറ്റ് ഇട്ടു. എന്റെ പേരിൽ കുറ്റമില്ല.